മണ്ണാർക്കാട് ആനമൂളിയിൽ കടുവ ഇറങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. പട്ടാപ്പകൽ കടുവ ആടിനെ ആക്രമിച്ചു കൊന്നതായി നാട്ടുകാർ ആരോപിച്ചു. പട്ടാപ്പകല് 10:30 മണിക്കാണ് ഇയാൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കടുവ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂട് സ്ഥാപിക്കണ കടുവനെ പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ജനങ്ങൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ഞാൻ അങ്ങോട്ട് മേപ്പെടുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് എടുത്ത് ചാടി. ഈ കാടൊന്നുമില്ല, അവിടെ കാട് വെട്ടി തെളിഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചാടി ഈ റബ്ബർ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേലെ അവിടെ ചാടി കൂടത്തിന് ഒന്നിനെ ഈ ആടിനെ ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് നേരെ എൻ്റെ മുമ്പിൽ കൂടെ നേരെ കൊണ്ടുപോയത് ആ കാട്ടിലേക്കാണ് കയറി. ഐഷത്തുൽ ഷംന ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ഷംന, ഈ ക്രിസ്മസോ പുതുവത്സരമോ അങ്ങനെയൊന്നുമില്ല, ഇവരുടെ ഈ ആശങ്കകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? തീർച്ചയായും സ്മിത, കഴിഞ്ഞ കുറേ നാളുകളായി പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമാണ്. പ്രത്യേകിച്ച് മണ്ണാർക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് വാക്കോട് മേഖലയിൽ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണമുണ്ട്, വളർത്തുമൃഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ ഈ പ്രദേശവാസികൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് വാക്കോട് മേഖലയിൽ കൂട് സ്ഥാപിച്ചത്. അന്ന് പുലി കൃത്യമായി തന്നെ കൂട്ടിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആ ആശങ്ക അവസാനിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ മേഖലയിലുള്ള പ്രദേശവാസികൾ പുലിയെ കണ്ടതായി പറയുന്നത്. ഈ കൂരിമണ്ണിൽ കുഞ്ഞഹമ്മദ് എന്ന ആളുടെ വളർത്തുമൃഗത്തിനെ, ആടിനെയാണ് ഈ കടുവ പിടിച്ചുകൊണ്ടുപോയത്. നേരത്തെ പുലിശല്യമായിരുന്നെങ്കിൽ, പുലിപ്പേടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കടുവ പേടി കൂടി നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തും. ഉടൻ തന്നെ അടുത്ത ഘട്ടങ്ങളിലായി ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കണോ എന്ന കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ തീരുമാനമുണ്ടാകും. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.